ശ്രീ ഷിബുമീരാൻ, അഡ്വക്കേറ്റ് കെ ശരൺകുമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ സംസ്ഥാന സർക്കാരും AGയും നിലപാടെടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളെ കുറിച്ച്, സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന എതിർ ഹർജികളെ കുറിച്ച് പരാമർശിക്കേണ്ടതല്ലേ എന്ന്? അല്ല, അത് അറിയാത്തതുകൊണ്ടോ ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യാം. അങ്ങനെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ പരാമർശിക്കണം, അത് നിർബന്ധമാണ്, പരാമർശിക്കണം. പരാമർശിക്കാതെ ഡോക്ടർ എന്നോടാണ് ചോദിച്ചത്. ഡോക്ടർ സോറി ഇവിടെ ഇപ്പോ ഈ സെക്ഷൻ 14 സബ്ജക്ട് ടു ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്നുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങൾ ഓർഡർ ഇറക്കിയപ്പോൾ സെക്ഷൻ 14 ചില പ്രൊവിഷൻസ് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, ചിലത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു ഞങ്ങൾക്ക് എന്നാണ് 4/2/2026. ഞാനത് ആദ്യം പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം കുറെ രാഷ്ട്രീയ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 4/2/2026 ഓർഡർ പുറത്തിറക്കും എന്ന് പറഞ്ഞാൽ വഖഫ് കംസയെ ചെയർമാനാക്കി താഴോട്ട് ഇങ്ങനെ 9 പേരുകൾ വിവരിച്ച് നിങ്ങൾ പുറത്തിറക്കിയ ഓർഡറിന്റെ അവസാന ഭാഗം നിങ്ങൾ എന്തിനാണ് ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് കൊടുത്തത്? ആ നോട്ടിൽ കൃത്യമായും സെക്ഷൻ 14 അനുസരിച്ച് റിമൈനിങ് ആയിട്ടുള്ള വേക്കന്റ് ആയിട്ടുള്ള ആ ആളുകളെ ഞങ്ങൾ ഷോർട്ട്ലി ഫില്ല് ചെയ്യും എന്ന് നിങ്ങൾ എന്തിനാണ് എഴുതി വെച്ചത്? എന്നിട്ട് സെക്ഷൻ 14 കുറച്ച് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, കുറച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ചാനലിൽ വന്നതെന്ന് പറഞ്ഞാൽ പോരാ, ആ ഓർഡറിൽ എഴുതി വെക്കണമായിരുന്നു സബ്ജക്ട് ടു ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. അങ്ങനെ വന്നാൽ ഇത് നിർബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ ഫില്ല് ചെയ്യും എന്ന് പറയണമായിരുന്നു. രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കി ഇന്ത്യയുടെ സുപ്രീം കോടതി അൾട്രാ വൈറസ് എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യാത്ത ഒരു വകുപ്പ്, ആ വകുപ്പ് ഉപയോഗിച്ച് പിന്നെ നിങ്ങൾ വഖഫ് ബോർഡിനെ തിരക്കിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാണോ സുപ്രീം കോടതി പിന്നെ കേരള ഹൈക്കോടതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന്? സുപ്രീം കോടതി ഈ സെക്ഷൻ 14 ഈ പറയുന്ന നോൺ മുസ്ലിങ്ങൾ മിനിമം 2 or 3 എങ്കിലും വരണം എന്ന് പറഞ്ഞ വകുപ്പ് എടുത്തു കളഞ്ഞാൽ പിന്നെ അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. ഡോക്ടർ അരുൺകുമാർ, അത് സബ്ജുഡീസ് ആണ്, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിനകത്തൊരു തീരുമാനം വന്നാൽ ഇവിടെ ആർക്കുമില്ല നിർബന്ധം ഇവരെ ഉൾപ്പെടുത്തണമെന്ന്. ആ ഒരു കാര്യത്തിന്റെ ഒരു സാങ്കേതികതയിൽ പിടിച്ച് നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. നിങ്ങളുടെ ഓർഡറിൽ എന്തിനാ ഈ എക്സ്പ്ലനറി നോട്ട് കൊടുത്തത്? ഒന്ന് മറുപടി പറയാമോ? നിങ്ങൾ എന്തിനാണ് അവശേഷിക്കുന്ന 2 കൂടി ഞങ്ങൾ ഷോർട്ട്ലി ഫില്ല് ചെയ്യും എന്ന അന്നത്തെ ഓർഡർ എഴുതി വെച്ചത്? ആ ഓർഡർ കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓർഡർ ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾ എങ്ങനെ പിന്നെ പോയിട്ട് കോടതി പറയാം? ബേസിക് ആയ ഒരു നിയമം കാര്യം അത് ഡോക്ടർ അരുൺകുമാറിനും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ രാജ്യത്തിന്റെ സുപ്രീം കോടതി അൾട്രാ വൈറസ് ആയി പ്രഖ്യാപിക്കാത്ത ഒരു പാർലമെന്റ് നിർമ്മിച്ച ഒരു നിയമത്തിന്റെ മേൽ ഒരു ലീഗൽ സൂട്ടിന് സുപ്രീം കോടതിയിൽ മാത്രം സാധ്യമാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്തൊരു വകുപ്പ് ഞങ്ങൾ അനുസരിക്കില്ല എന്ന് ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയിലും ഒരു സംസ്ഥാന സർക്കാരിനും പോയിട്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഭാഗ്യമോ ദൗർഭാഗ്യമാണ്. ഒന്നുകിൽ സുപ്രീം കോടതി റദ്ദാക്കണം, അതല്ലെങ്കിൽ ആ നിയമത്തെ റിപ്പീൽ ചെയ്യുന്ന സെക്ഷൻ 14 അംഗീകരിക്കില്ല. അതുകൊണ്ടല്ലേ ഹംസ പറഞ്ഞത് സെക്ഷൻ 14 അനുസരിച്ച് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തോളുന്ന ചാനലുകൾ വന്നു നിൽക്കുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞത് കാപട്യമാണെന്നാണ്. അപ്പൊ അതും കാപട്യമല്ല, അതും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇതുപോലെ തന്നെയുള്ള ഒരു നിർബന്ധിതാവസ്ഥയാണ്. കാപട്യം എവിടെ വരുന്നത്? കാപട്യം വരുന്നത് ഇത് എഴുതി കൊടുത്തിട്ട് അതേ കോടതിയുടെ മുറ്റത്ത് വന്ന് അത് എഴുതി കൊടുത്ത 2 വക്കീലന്മാരെ ഇടത്തും വലത്തും നിർത്തിയിട്ട് ഈ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് മൂപ്പരെ കപട സഖാബ് ഹംസ എന്ന് വിളിക്കേണ്ടി വരുന്നത്. ഞാനും അത് തന്നെയാണ് എഴുതി കൊടുത്തത്, അതല്ലാതെ മാർഗമില്ല എന്ന് KS ഹംസ പറഞ്ഞോ? ഇന്നലെ വന്ന CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഇത് പറഞ്ഞോ? സെക്ഷൻ 14 അനുസരിച്ചാണ് ഈ പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന് പോലും ഇന്നലെ അവർ സമ്മതിച്ചിട്ടില്ല. ഇന്ന് അത് സമ്മതിച്ചു. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ ആ ഒരു വരി മാത്രം എടുത്ത് വായിക്കല്ലേ, ഇതൊന്നാകെ വായിക്ക്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ അഫിഡവിറ്റോ അത് ഒരു വരിയെ വായിക്കാൻ പറ്റൂ, അതൊന്നാകെ വായിക്കാൻ പറ്റൂല. അതിന്റെ താഴെ ഡിസ്മിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് KS ഹംസയുടെ ഹർജിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈവൻ ദോ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡഡ് ടു ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ടും സോൾലി ദ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ദ പെറ്റീഷണേഴ്സ് അവരെ മാത്രം കേട്ട് ഹൈക്കോടതി എടുത്ത തീരുമാനം റദ്ദാക്കണം, സംസ്ഥാന സർക്കാർ ഡിസ്മിസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇവർ പറയും, പക്ഷെ നാട്ടുകാരോട് പറയില്ല. അപ്പൊ പറയും ഈ ഒരു വരി വായിക്കൂ, ഞാനൊരു വരി കൊടുത്താൽ വായിക്കും, അത് മൊത്തം വായിക്കൂ. ഓർഡർ അയച്ചു കൊടുത്താൽ പറയും അതിന്റെ വാലൊഴിവാക്കൂ. ഈ കാപട്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നത് കൊണ്ടാണ് കാപട്യം എന്ന വാക്ക് ഞാൻ ആദ്യം തന്നെ ഉപയോഗിച്ചത്. ഇതൊരു പൊളിറ്റിക്കൽ പാക്കേജിന് വേണ്ടി ഇവർ കാണിച്ച തിരക്കിന്റെ ഗതികേടാണ് മാധു കേരളം ഇപ്പൊ അനുഭവിക്കുന്നത്. ചാടി വന്ന പൊന്നാനി സ്ഥാനാർത്ഥി തോറ്റപ്പോ മൂപ്പരെ സെറ്റിൽ ചെയ്യാൻ ഒരു പാക്കേജ് വേണം. അടിക്കടി സെമിനാർ വേദിയിൽ വന്ന് മുസല്ല വിരിച്ച് നമസ്കരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് സെറ്റിൽ ചെയ്യാൻ ഒരു പാക്കേജ് വേണം. ഈ 2024 ഡിസംബറിൽ അമിത് റാവലിന്റെ ബെഞ്ച്
പുതിയ ഒന്നിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുവരെ കാലാവധി നീട്ടിക്കൊടുത്താണ് നമ്മുടെ പിന്നെ അബ്ദുറഹ്മാന്റെ കാലത്തുള്ള പഴയ വഖഫ് ബോർഡ്. എന്നിട്ട് തിരക്കിട്ട് തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് BJP പാസാക്കിയ നിയമം വെച്ച് ഈ പുതിയ വഖഫ് ബോർഡിനെ തിരക്കിട്ട് രൂപീകരിച്ചത് എന്തിന് എന്ന രാഷ്ട്രീയ ജാതി ഒന്ന് തിരിച്ചു വയ്ക്കുന്നവരോട് എന്തായിരുന്നു ഇവർക്ക് ഇത്ര തിരക്ക്? ഈ സംസ്ഥയുടെ നിലപാടിൽ UDF എന്ത് പറയുമെന്നൊരു കാര്യമുണ്ടല്ലോ. വഖഫ് വിഷയത്തിൽ ഇക്കാലം അത്രയും UDF ഉൾപ്പെടെയുള്ള മതേതര ചേരി ഉയർത്തിപ്പിടിച്ച വ്യക്തമായ നിലപാടിന്റെ നിരാസത്തിന് വഴി തുറക്കുകയാണ് എന്നത് അത്യന്തം ആശങ്കാജനകമാണ് എന്ന് സമസ്ത പറയുന്നുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നത് ഇതൊരു ഒറ്റുകൊടുക്കലാണ് എന്നതു തന്നെയാണ്. മതേതര ചേരിയെ ബലപ്പെടുത്തുന്നില്ല, മാത്രമല്ല അതിനെ ദുർബലപ്പെടുത്തുന്നു എന്നത് പറയുകയാണ്. രണ്ട് വശങ്ങൾ അതുണ്ട്. ഒന്ന്, സെക്ഷൻ 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ, അമുസ്ലിങ്ങൾ വേണമെങ്കിൽ ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് മുൻപാകെ നിൽക്കുന്ന ഈ ഉമ്മർ ഫൈസി മുക്കം സമസ്ത മുഷാവറ അംഗം കൂടിയാണ്. പക്ഷെ സമസ്തയുടെ ആശങ്ക, ഇത് മതനിരപേക്ഷ കേരളത്തിന് മാധ്യമ പ്രവർത്തകർക്ക് ഒരു ആശങ്കയുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്ര വിശദമായി ഇതിന്റെ നാൾവഴികൾ വിശദീകരിച്ച് ഞങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരുന്നത്. നേരത്തെ ഒരു ആർത്തിയുടെ പേരിൽ ഒരു കെണി ഒരുക്കി വെച്ചിട്ട്, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, സിംഹത്തിന്റെ മടയിലേക്ക് ഇരയെ വലിച്ചെറിഞ്ഞിട്ട് മാനായും മാരീചനും ഒക്കെ ആയിട്ട് വേഷം കെട്ടി മാറി നിൽക്കുന്നവര് പല ഘട്ടത്തിലും സേഫാണ്, ഞങ്ങൾക്കത് ബോധ്യമാവുന്നുണ്ട്. ഞങ്ങൾ വിശദീകരിച്ച് പറയേണ്ടി വരും, ഞങ്ങൾ നാൾവഴികൾ പറയേണ്ടി വരും, ഇതെങ്ങനെ പറയേണ്ടി വരും, അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം പ്രതലത്തിൽ കാണുന്നതല്ല അടിത്തള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം സമസ്തക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമസ്തയുടെ മുഖപത്രത്തിൽ കൃത്യമായി ഇത് ഈ പറയുന്ന UDFന്റെ നിലപാടിനെയും AGയുടെ നിലപാടിനെയും സർക്കാരിന്റെ നിലപാടിനെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ലേഖനം വരുന്നത്. തീർച്ചയായും ഞാൻ ആ ലേഖനം വായിച്ചതാണ്. അത് വായിച്ചിട്ട് തന്നെ പറയുന്നു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമസ്തക്കെന്നല്ല, കേരളത്തിൽ ഞങ്ങളെ പ്രതീക്ഷയോടെ എന്ന് വെച്ചാൽ ആർക്കുണ്ടെങ്കിലും അത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലൂടെ, ഡിസ്കഷനിലൂടെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് പറയാൻ ന്യായങ്ങളുണ്ട്. ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ല. അല്ല, സബ്ജുഡീസ് ആയ കാര്യങ്ങളിൽ മന്ത്രിമാരെ പോലെയുള്ളവർ പ്രതികരിക്കുന്നതും ഞങ്ങളെ പോലെയുള്ളവർ നടത്തുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് മാധുരി കോടതിയിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അതെങ്ങനെയാണ് സർക്കാർ കോടതിയിൽ അറിയിക്കുകയും അതിന്റെ പേരിൽ വിധി വരികയും ചെയ്തു, പറയിപ്പിച്ചുകൊണ്ടുള്ള വിധി വരികയും ചെയ്തു. ഇനി എന്ത് സബ്ജുഡൈസ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ നിൽക്കുകയല്ലേ, സുപ്രീം കോടതിയിലേക്ക് പോയത് ബോർഡല്ലേ? അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഗ്യാപ്പിൽ ഇന്നലെ പ്രതികരിക്കാമെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫയൽ സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രതികരിക്കാമെന്നല്ലോ. മിണ്ടിയോ? സബ്ജുഡീസായി നിൽക്കുന്ന ഒരു കാര്യം, സബ്ജുഡീസ് ഇതിനകത്ത് നിരവധി ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. സബ്ജുഡീസായി നിൽക്കുന്ന ഈ സെക്ഷൻ 14 വഖഫ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെലിഗസി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഇത് സബ്ജുഡീസ് ആണ്. ഇവിടുത്തെ കാര്യം സബ്ജുഡീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാർ എന്തെങ്കിലും ഒരു പതിഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഒരു പക്വമായ പ്രതികരണം നടത്തിയാൽ ഞങ്ങൾക്ക് നിലപാടില്ല എന്നതിന് അർത്ഥമില്ല. ഞങ്ങളുടെ നിലപാട് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ ചലഞ്ച് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ കേരള ഹൈക്കോടതിയിൽ അതിനെ പോയിട്ട് ചലഞ്ച് ചെയ്തിട്ട് തർക്കിച്ചിട്ട് കാര്യമില്ല. അത് സുപ്രീം കോടതിയുടെ മുൻപാകെ അവിടെ ആദ്യം ചെന്ന് ഞങ്ങളാണ്, ഞങ്ങളുടെ കേസിലാണ് സംസ്ഥാന സർക്കാർ വന്ന് കക്ഷി ചേർന്നത്. അതിന്റെ റെമഡി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വി ആർ ഫൈറ്റിംഗ് ഫോർ ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോടതി. നമുക്ക് അതേ മാർഗമുള്ളൂ. കേന്ദ്രം പാസ്സാക്കിയ, പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ ഈ കേസിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റും? നമുക്ക് കഴിയില്ല. അതിവിടെ അഡ്വക്കേറ്റ് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞു. അതൊരു ലീഗൽ പ്രിൻസിപ്പിൾ ആണ്. അത് നമുക്ക് അട്ടിമറിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കും കഴിയില്ല, അവർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഈ എക്സ്പ്ലനറി നോട്ട്. അവർക്കറിയാം. ഡിബേറ്റ് വിത്ത് മാധു സജി.